ഇനി ഒരു വ്യത്യസ്തമായ ഒരു സ്റ്റോറി, അത് സൗദിയിൽ നിന്നും. അതെന്താണെന്നല്ലേ, 40 വർഷത്തിന് ശേഷം സൗദിയിൽ പുള്ളിപ്പുലികളായ ഇണകൾക്ക് 4 കുഞ്ഞുങ്ങൾ പിറന്നു. സൗദി വനം റിസർവിലാണ് കുഞ്ഞുങ്ങൾ പിറന്നത്. സൗദിയിൽ നിന്നും ഇല്ലാതായ ജീവികളെ തിരികെ എത്തിച്ച് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാനുള്ള സൗദിയുടെ ശ്രമങ്ങൾക്കിടയിലാണ് ഈ പുള്ളിപ്പുലികളുടെ ജനനം. സൗദിയിലെ വനം റിസർവ് മേഖലയിലാണ് പുള്ളിപ്പുലികൾക്ക് പുതുതായി 4 കുഞ്ഞുങ്ങൾ പിറന്നത്. സൗദി പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള അതോറിറ്റിക്ക് കീഴിലായിരുന്നു ഇവയെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ. ഇതിനെ തുടർന്നാണ് പുള്ളിപ്പുലികളായ ഇണകൾക്ക് 4 കുഞ്ഞുങ്ങൾ പിറന്നത്. പഴയ അറേബ്യൻ കഥകളിൽ നിറഞ്ഞു നിന്നിരുന്നതാണ് വന്യമൃഗങ്ങൾ. പക്ഷേ അവയെല്ലാം കാലാവസ്ഥാ മാറ്റത്തിനും വേട്ടയാടലുകൾക്കുമൊടുവിൽ നാമാവശേഷമായി. ഇന്നവയെ കണ്ടെത്തി പുനരധിവസിപ്പിക്കാനുള്ള നിർണായക നീക്കത്തിലാണ് സൗദി. സൗദി അറേബ്യ രൂപീകരിക്കും മുൻപേ അതിന്റെ ഭൂപ്രദേശത്ത് ചീറ്റപ്പുലികൾ 1968 വരെ സജീവമായിരുന്നു. എന്നാൽ വേട്ടയാടലും കാലാവസ്ഥാ മാറ്റവും അവയെ ഇല്ലാതാക്കി. അത് തിരിച്ചുപിടിക്കാനാണ് സൗദിയിലെ വിവിധ വനം റിസർവുകൾ കേന്ദ്രീകരിച്ചുള്ള ശ്രമങ്ങൾ. ദേശീയ വന്യജീവി കേന്ദ്രത്തിന് കീഴിൽ സൗദിയിലുണ്ടായിരുന്ന തരം പുലികളെ എത്തിച്ചിരുന്നു. അവയെ സൗദിയിലെ വനം റിസർവിലെ ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിട്ടു. അവയ്ക്കാണിപ്പോൾ 4 കുഞ്ഞുങ്ങൾ പിറന്നത്. സൗദിയിലെ ഹായിൽ പ്രവിശ്യയിലും അറാർ ഉൾപ്പെടുന്ന വടക്കൻ അതിർത്തി പ്രവിശ്യയിലും 1980കളിൽ വരെ പുള്ളിപ്പുലികൾ ഉണ്ടായിരുന്നു. അവയുടെ അവശിഷ്ടങ്ങൾ സമീപകാലത്താണ് കണ്ടെടുത്തത്. പുതിയ ശ്രമത്തിലൂടെ മരുഭൂമിയായി മാറിയ പഴയ പച്ചപ്പുകളെ തിരിച്ചു പിടിക്കുകയാണ് സൗദി. സൗദിയിൽ നിറയുന്ന മരുഭൂമിക്കപ്പുറത്തെ പച്ചമേടുകളിൽ വന്യമൃഗങ്ങളുടെ നിരീക്ഷണത്തിനും സംവിധാനങ്ങളുണ്ട്. അവ വികസിക്കുന്നതോടെ വരണ്ട കാലാവസ്ഥക്കും പൊടിക്കാറ്റിനും തടയിടലും ലക്ഷ്യമാണ്. മീഡിയ 1 റിയാദ്.